ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. വിജയ് മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളൊരു സംസാരങ്ങൾ, ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും വിജയ് മുഖ്യമന്ത്രിയാകും. 108 സീറ്റുകളാണ് തളപതി വിജയുടെ പാർട്ടിയായ TVKക്ക് തമിഴ്നാട് 2026 ഇലക്ഷനിൽ കിട്ടിയിട്ടുള്ളത്. മെജോറിറ്റി സീറ്റ് വേണ്ടത് 118 സീറ്റുകളാണ്. അപ്പോൾ ഇനി വേണ്ടത് 10 സീറ്റാണ്. എന്നിരിക്കെ ഇതിലൊരു മാറ്റമുണ്ട്. കാരണം ഇതിൽ 2 സ്ഥലത്തിൽ വിജയ് മത്സരിച്ചിട്ടുണ്ട്. പെരമ്പൂറിലും തെച്ചി ഈസ്റ്റിലും വിജയ് ജയിക്കുകയും ചെയ്തു. ആ 2 സീറ്റുകൾ മാറ്റി നിർത്തേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 106 സീറ്റുകളാണ് വരുന്നത്. ഇതിൽ മെജോറിറ്റി വച്ച് നോക്കുവാണെങ്കിൽ 117 സീറ്റുകളിൽ വേണ്ടി വരും. കാരണം ഈ 2 സീറ്റുകൾ കുറയ്ക്കുന്നത് കൊണ്ടാവാം 118 നിന്ന് 117 സീറ്റുകൾ മെജോറിറ്റി കിട്ടിയാലും വിജയ്ക്ക് മുഖ്യമന്ത്രിയാകാം, ഭരണം രൂപീകരിക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനി വേണ്ടത് 106 നിന്ന് 117 എത്താൻ വേണ്ടിയിട്ട് 11 സീറ്റുകളാണ്. 11 സീറ്റുകൾ എങ്ങനെ എത്തും അല്ലെങ്കിൽ എങ്ങനെ പിടിക്കും എന്നുള്ളൊരു ചർച്ചകളും വിഷയങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ 10 മണി തൊട്ട് 1 മണി വരെ തന്നെ പന്നിയൂരിലുള്ള ഓഫീസിൽ വെച്ച് വിജയുടെ മീറ്റിംഗ്, അതായത് TVKയിൽ ജയിച്ച എല്ലാ കാൻഡിഡേറ്റുമായിട്ടുള്ള മീറ്റിംഗ് തയ്യാറെടുത്ത് കഴിഞ്ഞു. മീറ്റിംഗ് നടന്നും കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചർച്ചയും ചെയ്തു. ആരൊക്കെയാണ് ഘടകകക്ഷിയായിട്ട് കൂട്ടിനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നത്, പുറത്തായിട്ടോ അല്ലെങ്കിൽ മന്ത്രിസഭയിലായിട്ടോ കൂടെ നിൽക്കുന്നത് ആരായിരിക്കും എന്നുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ഒരു പേര് വരുന്നത് കോൺഗ്രസ് ആണ്. ഇന്നലെ രാഹുൽ ഗാന്ധി തളപതി വിജയുമായിട്ട് രാത്രി ഫോണിൽ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് എല്ലാം പറയുകയും ചെയ്തു. അതിൻ്റെ ട്വീറ്റുകൾ രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതുമാണ്. അപ്പോൾ അത് പിൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു നല്ലൊരു കോർഡിനേഷൻ കോൺഗ്രസും TVKയുമായിട്ട്. കാരണം മുമ്പ് തന്നെ TVK കോൺഗ്രസുമായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസിലെ കക്ഷികളുമായിട്ട് നല്ലൊരു പൊരുത്തത്തിലൊക്കെ ആയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് സ്റ്റാലിനെ പിണക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നും കൂടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വോട്ടിന്റെ അവസാനമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, നമ്മൾ TVKയുമായിട്ട് കൈകോർക്കാത്തത് വളരെ മണ്ടത്തരമായി പോയുമെന്നും എന്നുള്ള സംസാരങ്ങളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരുടെ MLA അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ടീമിൽ നിന്ന് TVKയിലേക്ക് സംഖ്യം കക്ഷി ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാലും അവർക്ക് 4-5 MLA സീറ്റുകളെ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഇനിയും 6-7 സീറ്റുകൾ വേണ്ടി വരും. അപ്പോൾ അത് എവിടെ നിന്ന് എടുക്കുമെന്നുള്ളതിനാൽ DMKയിലേക്കുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ പോകില്ല. അതെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. പിന്നെ വരുന്നത് ADMK ആണ്. ADMK NDAയുമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് അതുമായിട്ടുള്ള സംസാരങ്ങളോ അതുമായിട്ടുള്ള ഘടകകക്ഷിയിലായിട്ട് പോവുകയില്ലെന്നും ആദവ് അർജുന തന്നെ ഇന്നലെ ഒരു പ്രസ് മീറ്റും ഇന്നലെ ഒരു മീറ്റിങ്ങിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും കുറവാണ്. പിന്നെ വരുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് PMK ആണ്, അതായത് പട്ടാളി മക്കൾ കക്ഷി എന്ന് പറയും. ആ ഒരു കക്ഷിയിലും അവിടെ 2-3 MLAമാരുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിലുള്ള സംസാരങ്ങളും നടക്കുന്നുണ്ട്. VCK വിടുതലൈ ചിരുത്തൈകൾ കക്ഷി, അങ്ങനെ ഒരു കക്ഷിയുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ ആ കക്ഷിയിൽ നിന്നും അങ്ങനെ ആൾക്കാരെ എടുക്കുമെന്നുള്ളതാണ് പറയാൻ വരുന്നത്. പിന്നെ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അവിടെ MLAമാരുണ്ട്. അവർക്കും സീറ്റ് നൽകി അവരുമായിട്ടും സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുമാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആരൊക്കെ വേണം, എന്തൊക്കെ വേണം, എങ്ങനെ ഗവൺമെന്റ് ഫോം ചെയ്യാമെന്നുള്ള സംസാരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അവർ സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ വിഷയങ്ങളാണ്. കോൺഗ്രസിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്നും തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ആ ട്വീറ്റിലും രാഹുൽ ഗാന്ധി ആ ഫോൺ വിളിച്ച് ആ ഒരു സന്തോഷം പറഞ്ഞതിലും അറിയാൻ കഴിയുന്നത്. മിക്കവാറും കോൺഗ്രസുമായിട്ട് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കക്ഷികളെ TVK പാർട്ടിയിലേക്ക് വിളിക്കുക എന്നുള്ളത് തന്നെയാണ് കൂടുതലായിട്ടും അറിയാൻ കഴിയുന്നത്. എന്ന് തന്നെയാലും ഗവർണറോട് ഒരു 2 ആഴ്ചത്തെ സമയം TVK ചീഫ് തലവർ വിജയ് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യണമല്ലോ, അപ്പം MLAമാരെയൊക്കെ മന്ത്രിമാരെയൊക്കെ എടുക്കണമല്ലോ, അപ്പോൾ കക്ഷിയിൽ ആളെ ചേർക്കണമല്ലോ, ഇത്രയും സീറ്റ് ഇരിക്കുകയല്ലേ. അപ്പോൾ അതുമായിട്ടുള്ള സംസാരത്തിന് 2 ആഴ്ചത്തുള്ള സമയം അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും, കാരണം ഈ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ എന്തൊക്കെ വന്നിരുന്നാലും ഇനിയിപ്പം ഘടകകക്ഷിയിൽ അല്ലെങ്കിൽ ആളുകൾ ചേർന്നില്ലേലും ഭൂരിപക്ഷത്തിന്റെ രീതിയിൽ വിജയിക്കുകയും മുഖ്യമന്ത്രിയാകാനുള്ള വകുപ്പ് ഉണ്ട് എന്ന് തന്നെയാണ്
ലോയും പറയുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വിജയ് തന്നെയാണ്, അതിൽ വരെ സംശയമൊന്നുമില്ല. കാരണം ഇന്നലെ തന്നെ CM കോൺവോ, അതായത് CM കൊടുക്കേണ്ട കാറുകളും വണ്ടികളും പ്രൊട്ടക്ഷനും ഒക്കെ വിജയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കോൺവോ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് വേറെ സംസാരമൊന്നുമില്ല. എന്തൊക്കെ വന്നാലും എന്തൊക്കെ ഇല്ലെങ്കിലും വിജയ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി. നിങ്ങൾ പറഞ്ഞ ആ ഒരു സിനിമാ നടൻ, കൂത്താടി എന്ന് നിങ്ങൾ കളിയാക്കിയ ആ ഒരു സിനിമാ നടനാണ് നാളെ കേരളത്തിൻ്റെ അല്ല തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത്. കേരളത്തിൽ ഒരുപാട് തമാശകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിജയെക്കുറിച്ച്. തമിഴ്നാട്ടുകാർക്കൊക്കെ ഭ്രാന്താണ് വിജയെക്കുറിച്ച്, എന്തിനാണ് വിജയ് ജയിപ്പിച്ചു വിട്ടതെന്നൊക്കെ. തമിഴ്നാട്ടിലൊരു ബേസ് ഓഫ് രാഷ്ട്രീയം ഉണ്ടെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിട്ടും വിജയ് ജയിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംസാരം വരുന്നത്? അത് പുള്ളിയോട് ഇപ്പോഴും സിനിമയുമായിട്ടുള്ളത് ആ ഒരു വെറുപ്പും വിദ്വേഷവും തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ അവർ കാണിക്കുന്നത്. എന്ത് തന്നെയായാലും കേരളം എന്ന് മാത്രമല്ല ഇന്ത്യ മൊത്തം തന്നെ വിറച്ചു പോയിട്ടുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്.